മലങ്കര മെത്രാപൊലിത്തയുമായ പരിശുദ്ധ മോർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനിക്കും CSI കൊച്ചിൻ മഹാഇടവകയുടെ അധ്യക്ഷനായ റൈറ്റ് റെവറൻ കുര്യൻ പീറ്റർ തിരുമേനിക്കും YMCA എറണാകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകുന്നതിനാണ് ഈ ഒത്തുചേരൽ. നിയോഗിച്ച ഞങ്ങളുടെ ശ്രേഷ്ഠന്മാർ രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ആദരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ കൂടി വരവ് കുറെ കൂടി കർത്താവെ ഞങ്ങളുടെയൊക്കെ പ്രേക്ഷിത ദൗത്യത്തെ മനസ്സിലാക്കുവാനും അവിടുത്തെ തിരുമുഖം ദർശിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്രകളെ കുറെ കൂടി കർത്താവെ ക്രമീകരിക്കുന്നതിനുള്ള മുഖാന്തരമാക്കി അതിനുള്ള ഒരിടമാക്കി അവിടുന്ന് മാറ്റണം. തുടർന്ന നിമിഷങ്ങൾ അവിടുത്തെ കൃപയാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമാറാകണമേ. ലോകത്തിലെ ഏറ്റവും വലിയ എക്യുമെനിക്കൽ പ്രസ്ഥാനമാണ് YMCA. വിവിധ സഭകളിൽ പ്രവർത്തിക്കുന്ന വിവിധ ആരാധനാക്രമങ്ങളുള്ള ക്രിസ്ത്യൻ വിശ്വാസികളെ ഒരു കുടക്കീഴിൽ എത്തിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുക YMCAയുടെ പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ YWCAയുടെ. ഈ രണ്ട് സംഘടനകളും എല്ലാ ക്രിസ്തീയ മതവിശ്വാസികളെയും ഒന്നിച്ചു ചേർത്ത് പ്രവർത്തിക്കുന്ന രണ്ട് മഹത്തായ സംഘടനകളാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പുതിയതായി സ്ഥാനമേറ്റെടുത്ത രണ്ട് അഭിവന്ദിയ പിതാക്കന്മാരെ ഈ YMCAയുടെ പ്ലാറ്റ്ഫോമിലേക്ക്, ഫോറത്തിലേക്ക് ഒന്നിച്ചെത്തിക്കുവാനും അവരുടെ നല്ല വാക്കുകൾ, മഹത്തരമായിട്ടുള്ള വാക്കുകൾ ശ്രവിക്കുവാൻ ഒരു അവസരമുണ്ടാക്കിയതും ഞങ്ങൾ ദൈവത്തോട് നന്ദി ഉള്ളവരാണ്. യാക്കോബായ സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രാപോലിത്തയായി പരിശുദ്ധ ഇഗ്നേത്തിയോസ് സഹാപ്രഥമൻ ബാവയിൽ വാഴിക്കപ്പെടുന്നു. സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം ജീവകാരുണ്യ മേഖലയിൽ സവിശേഷത ആർന്ന ശ്രദ്ധ പതിപ്പിച്ചു. സഭയുടെ എപ്പിസ്കോപ്പൽ സിനഡോസ് സെക്രട്ടറി, പിന്നീട് മെത്രാപോലിറ്റൻ ട്രസ്റ്റി ശ്രേഷ്ഠ തോമസ് പ്രഥമൻ ബാവയുടെ അസിസ്റ്റന്റ്, മലങ്കര മെത്രാപോലിത്ത. സഭയിൽ കലുഷിതമായ സാഹചര്യത്തിലും സമാധാനത്തിന്റെ സന്ദേശം നൽകി സമൂഹത്തിന് മാതൃകയായി എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന, എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കുന്ന ബാവ തിരുമേനി.
2025 മാർച്ച് 25 സഭയുടെ പ്രാദേശിക തലവൻ മാപ്രിയാന, അതായത് ശ്രേഷ്ഠ കാതോലിക്ക ആബോൺമാർ ബെസേലിയോസ് ജോസഫ് ബാബയായി പരിശുദ്ധ അഫ്രൈം ദിദിയൻ പാത്രിക്കീസ് ബാബയിൽ വാഴിച്ച് നിയമിച്ചു. Ladies and gentlemen, please put your hands together to welcome യാക്കോബ സഭയുടെ പ്രാദേശിക തലവൻ ശ്രേഷ്ഠ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആഗോളതലത്തിൽ നേരിടുന്നതായ വലിയ വിപത്തും വെല്ലുവിളികളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിച്ചു നിൽക്കേണ്ടതായ കാലമായതുകൊണ്ടും അതിലേക്കായിട്ട് എല്ലാവർക്കും ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിഭാഗം സുവിശേഷം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, വേറൊരു വിഭാഗം ഉണ്ടാവേണ്ടതുമാണ് സുവിശേഷത്തിൽ ജീവിക്കുന്നവർ. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് സുവിശേഷത്തിൽ ജീവിക്കുന്ന മിത്രന്മാരും വൈദികരും മിഷണറീസും അതുപോലെയുള്ള പ്രവർത്തകരും സുവിശേഷം കൊണ്ട് ജീവിക്കുന്നവരല്ല നമുക്ക് ആവശ്യം. ഇന്ന് കൂടുതലുമൊക്കെ ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്നവരാണെന്ന് എനിക്ക് പറയാം, നിങ്ങൾക്കും എല്ലാവർക്കും പറയാം. മാറ്റം ഉണ്ടാവട്ടെ, മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള മനസ്സുള്ളവരായി മാറ്റപ്പെടുമ്പോൾ ഈ വിഭാഗീയതയും ചിന്തകളും സ്പർദ്ധയും വെറുപ്പും വിദ്വേഷവും ഒന്നും ഉണ്ടാകുന്നില്ല. പലർക്കും ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മറക്കാൻ പക്ഷെ ഒരിക്കലും പൊറുക്കൂല. ഇങ്ങനെയുള്ള മനോഭാവം, അതിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. കാൽവറിയിൽ അനുരഞ്ജനത്തിൽ ബലിയായി തീർന്നവനെ ക്രിസ്തുവിന്റെ ബലിയാണ് നമ്മൾ എപ്പോഴും അർപ്പിക്കുന്നത്. നിരന്തരമായ ഈ കുരിശിക്കൽ അവസാനിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ അനുരഞ്ജനം ഉണ്ടാവണം. ആ അനുരഞ്ജനത്തിന്റെ പാതയിലൂടെ പോകുവാൻ, ക്രിസ്തു മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ, ക്രിസ്തു മാർഗം സ്വീകരിക്കുവാൻ നമ്മൾ എന്ന് തയ്യാറാകുന്നു, അന്ന് നമ്മുടെ ദൈവരാജ്യത്തിന് സമമായ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മകളുണ്ടാകും. അതിലേക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകളും ലഭിക്കുവാൻ നിങ്ങളെല്ലാവരും, എല്ലാ ഡിനോമിനേഷൻ ആൾക്കാരോടെ ഉണ്ട്, എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ പ്രസ്ഥാനത്തെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ പ്രവർത്തനം ആഗോളതലത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വിറ്റ്നസ്, ഈ ഡിനോമിനേഷണൽ വിഭാഗീയതയില്ലാതെ ആ വിറ്റ്നസ് പൂർണ്ണാർത്ഥത്തിൽ അത് പ്രയോഗിക്കുവാൻ നിങ്ങൾക്കാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ ഫലപ്രദമായി അത് നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് തന്ന ഈ സ്വീകരണത്തിന് നല്ല മനോഹരമായ പാട്ടുപാടിയ വൈദ്യുതിയുടെ കൊയറിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇസ്താംബൂൾ എന്ന സ്ഥലത്തെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടാകും, കോൺസ്റ്റാന്റിനോപ്പിൾ. എന്നാൽ ഇന്നവിടെ ഏതാനും അവശിഷ്ടങ്ങൾ പോലെ കിടക്കുന്ന ഏതോ ഒരു കത്തീഡ്രലിന്റെ കുറെ തൂണുകളും ഒരു കടൽ തീരത്തോട് ചേർന്ന് മണലിൽ മുങ്ങിപ്പോയ ചരിത്രങ്ങളൊക്കെ. തുർക്കി ഒരു ഇസ്ലാമിക രാജ്യമായി വളരുകയാണ്, സെക്യുലർ രാജ്യം എന്ന് പറയുന്നെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇസ്ലാം മതവിശ്വാസികളാണ്. എന്നാൽ അവരത് സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു ചുറ്റ് വെയിലേക്ക് കെട്ടി നമുക്ക് അവിടെ പോകാൻ കഴിയത്തില്ല, പക്ഷെ നമ്മുടെ കണ്ണിൽ അത് കാണാൻ സാധിക്കും. വളരെ പരിതാപകരമായ രീതിയിൽ അന്യം നിന്നു പോകുന്ന നമ്മുടെ ചരിത്രം അല്പം ദുഃഖം തോന്നി. പക്ഷെ ഇന്നും നമ്മുടെയൊക്കെ നാടുകളിൽ സജീവമായി എഴുന്നേറ്റെന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന അന്ന് 300-ലധികം ബിഷപ്പുമാരുടെ എക്യുമെനിക്കൽ ബിഷപ്സ് കൗൺസിലോടെ കൂടി അന്ന് ക്രൈസ്തവ സഭയ്ക്കെതിരെ, പ്രത്യേകിച്ച് ക്രിസ്തു വിശ്വാസത്തിനെതിരെ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ഹെററ്റിക്കൽ ടീച്ചിങ്സ്, ഹെററ്റിക് എന്ന് പറഞ്ഞാൽ ദുരുപദേശം പ്രചരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്ന് പറഞ്ഞ് അന്ന് പീഡനമേറ്റ ധാരാളം ബിഷപ്പ്മാർ പാടുപെട്ട് യാത്രാ സൗകര്യം ഒന്നുമില്ലാതിരുന്നപ്പോൾ അവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൂടി ആലോചിച്ച് രൂപപ്പെടുത്തിയതാണ് നിഖ്യവിശ്വാസ പ്രമാണം. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. YMCA ഞങ്ങൾക്ക് തന്ന എല്ലാ സ്വീകരണങ്ങൾക്കും, നല്ല വാക്കുകൾ, പ്രോത്സാഹനങ്ങൾക്കും, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ബഹുമാനവും സ്നേഹമുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും ആദരണീയനായ മോർ ബെസേലിയോസ് ജോസഫ് തിരുമേനിക്കും തന്റെയായിട്ടുള്ള ഈ ആഗോള സഭയുടെ നേതൃത്വത്തിൽ ഈ പ്രാദേശിക തലത്തിൽ ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിനും എല്ലാവിധ ചുമതലകൾക്കും എല്ലാ ഭാവങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും CSI സഭയുടെ
പ്രത്യേകിച്ച് കൊച്ചിൻ മഹായിടവകയിൽ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മംഗളവും ആശീർവാദവും അനുഗ്രഹങ്ങളും സമാധാനവും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകളെ പൂർണ്ണമാക്കും.